ഇന്ന് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇത് ഞാൻ പറയാം. എന്റെ മകൻ പഠിക്കുന്ന സ്കൂളില് എന്റെ മകൻ ഇടയ്ക്ക് വയ്യാതെയൊക്കെ ആയിട്ട് സ്കൂളിലേക്കൊക്കെ അവൻ വല്ലപ്പോഴും മാത്രം പോയിരുന്ന ഒരു ആളാണ്. അപ്പോ അവൻ പോയിരുന്നപ്പോ അവൻ ഇല്ലാത്ത സമയത്ത് സ്കൂളിൽ നടന്ന ഒരു ഇഷ്യൂ, അവന്റെ കൂട്ടുകാരനെ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ തല്ലി. ഇവൻ ഉള്ള സമയത്ത് ഇവൻ അത് സംസാരിക്കാൻ ചെന്നപ്പോ ആ സ്കൂളിൽ നിന്നും പുറത്തുള്ള കുട്ടികള്, അതായത് ആ പയ്യന്റെ സഹോദരങ്ങളും അവന്റെ കൂട്ടുകാരന്മാരും ഇതിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, സ്കൂളിലേക്ക് കയറിയാൽ നിങ്ങൾ സ്കൂളിലേക്ക് കയറിയാൽ നിങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ ഇടപെട്ട കൊന്നുകളയും എന്നങ്ങണ്ട് പറഞ്ഞു. കൊന്നുകളയും എന്നാണ് കേട്ടോ, തല്ലുന്നല്ല. പണ്ടൊക്കെ പറയാ തല്ലും, എടാ നിന്റെ തല്ല് കൈയും കാലും ഒടിക്കുന്നൊക്കെ പറയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, കൊന്നുകളയും എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു ഇവൻ എന്ത് ചെയ്തു, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടികളുമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള ചേട്ടന്മാരുമായിട്ട് ഇവൻ സംസാരിച്ചിട്ട് കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കൊന്നുകളൊരു കാര്യം പറയട്ടെ, മറന്നു പെരേര സ്ഥിരം കേൾക്കുന്ന ഡയലോഗ, വെറുതെ പറഞ്ഞല്ല കൊന്നുകളയും തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എന്നുള്ള ഡയലോഗ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഇവൻ അത് നമ്മളോട് പറഞ്ഞില്ല. ചിലപ്പോ നമ്മൾ പേടിച്ചു പോയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ള പേടി കൊണ്ട് ഇവൻ അത് നമ്മളോട് പറയാതെ ഇവൻ കൂട്ടുകാർക്കിടയിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇവൻ ചെറിയ പ്രായപൂർത്തിയാവാൻ ഇപ്പൊ അവൻ +2 ആണ്. അപ്പൊ ആ ഒരു ഇതിലുള്ള അവനന്ന് +2 ഇതിലേക്ക് നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു പ്രശ്നം വന്നത്. അപ്പൊ പോക്സോ ആണ്, 17 വയസ്സേ കൊച്ചിന് പ്രായമുള്ളൂ. ഇവർക്കറിയാം എന്റെ മകനെ നന്നായിട്ട് അറിയാം. അന്ന് അവൻ ചെറിയ ഇതിൽ പഠിക്കുമ്പോഴാണ് ഇവരെ അന്ന് ഇന്റർവ്യൂവും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവൻ ഇടപെടാത്ത കേസ്, ഇവൻ തല്ലാത്ത കേസ്, കൂട്ടുകാരന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പോയ കേസ്. എന്റെ വീട്ടില് രാത്രി 10 മണിക്ക് 2 ചെക്കന്മാര് കഞ്ചാവ് അടിച്ചു വന്ന് എന്റെ മകനെ തല്ലിയിട്ട് പോയി. ഞങ്ങൾ ചെന്ന്, രാത്രിയാണ് സംഭവം. ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മമ്മയുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും പരിക്ക് പറ്റി. അതിൽ എന്നെ ഇതാക്കിയിട്ട് പ്രശ്നമില്ല, എന്റെ അമ്മമ്മ വീണു, എന്റെ അമ്മമ്മയുടെ കയ്യിന് പ്രശ്നമായി. ഞങ്ങള് മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, അത് കേസായി. ഇപ്പോഴും നമുക്കത് പേടി എന്താന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള 2 ചെക്കന്മാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലുള്ള 2 പയ്യന്മാര് തന്നെയാണ്. കുറച്ച് രാഷ്ട്രീയം ഉണ്ട്. എന്റെ വീട് ഷൊർണൂരാണ്. അപ്പോ ഇത് ചെയ്തിട്ടുള്ളതും അവന്റെ സ്കൂളിലുള്ള അവന്റെ ക്ലാസ്സിനെക്കാളും വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ സഹോദരന്റെ കൂട്ടുകാരന്മാരാണ്. ഇപ്പോ എനിക്ക് പേടി, എന്റെ മോനെ പുറത്തുവിടാൻ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവം നടക്കാൻ പോവാണ്. എല്ലാത്തിന്റെയും പക 12 വർഷങ്ങൾക്ക് മുമ്പ് പെങ്ങളെ കളിയാക്കി അതിന്റെ പക തീർത്തത് ഇപ്പോഴാണ്. അപ്പൊ നമുക്ക് ഉള്ളില് പേടിയാണ്. പിള്ളേര് നാളെ പേടിച്ച് നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തല്ലിയിട്ട് പോയാലും പ്രശ്നമില്ല, തല്ലി ഇതിപ്പോ തല്ലല്ല, ഒരു ജീവൻ എടുക്കുന്നതിലാണ് ഇപ്പോ നിൽക്കുന്നത്. ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ എന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് പ്രഷർ ഉണ്ട്, കേസ് ഒഴിവാക്കൂ, അങ്ങനെ ചെയ്യൂ, എന്റെ കൊച്ചിന്റെ ഭാവി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. നാളെ ഇങ്ങനെ ഒരു ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരാൻ സമൂഹത്തിൽ ഇന്ന് ഞാൻ ക്ഷമിച്ചു, എന്റെ മകന് വേണ്ടി ഞാൻ ക്ഷമിച്ചാൽ നാളെ അവൻ കയറി വെട്ടുന്നതോ അല്ലെങ്കിൽ കത്തിയായിട്ടാണ്, കഞ്ചാവ് അടിച്ച് കത്തിയും കൊണ്ടാണ് ആ പയ്യൻ എന്റെ വീട്ടിലേക്ക് 2 പയ്യന്മാര് വന്നത്. അതിൽ ഒരുത്തന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ പോലീസിൽ പറഞ്ഞിട്ടും നിസ്സാര പെറ്റി കേസ് പോലെയാണ് അവർ ആ കേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്റെ ലൈഫിൽ ഉണ്ടായ അനുഭവമാണ്. ഇത് കഴിഞ്ഞു. ഇപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. ഇപ്പൊ നേരെ കണ്ടത് വയനാട്ടിൽ ആ കുട്ടീനെ തല്ലിയതാ. അവൻ ഇടപെട്ടതും അതേപോലെ തന്നെ മറ്റേതോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട കുട്ടിയാണത്. അതായത് ഇവൻ ഡയറക്റ്റ് ഇതുള്ള പ്രശ്നമല്ല എന്നാണ് കേൾക്കുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. എങ്കിലും ഒരു കുട്ടി മരിച്ചോ, 15-16 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചോ. അപ്പോ കൊലപാതകം, മരണം, ഒരു ജീവൻ അങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കുട്ടികളുടെ പ്രായത്തില്. അപ്പൊ എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞതും ഇപ്പൊ എന്റെ മകൻ നിൽക്കുന്നതിലും എനിക്കിപ്പോ, ഞാൻ ദൂര സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പേടിയാണ്, നാളെ എന്ത് സംഭവിക്കും, എന്താണ് നാളത്തെ ഈ കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈ 19 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ മകനേക്കാളും ആകെ 2 വയസ്സിനെ ഉള്ളൂ. എന്റെ മകനെ പോലെ തന്നെ എനിക്ക്, അവൻ രാത്രി വീട്ടിൽ കയറി വന്ന് ഞങ്ങൾ പ്രായമുള്ള എന്റെ അമ്മയെ അമ്മമ്മയെ പോലും നോക്കാതെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മൈൻഡിൽ എന്തായിരിക്കും? അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിട്ടും നിയമപ്രകാരം അതിനൊന്നും ഒരു വാല്യൂ, നിസ്സാര പെറ്റി കേസ് പോലെയാണ് അത് തള്ളി നിൽക്കും. നാളെ കോടതിയിൽ കേസ് വന്നാലും, നാളെ കോടതിയിൽ ഒരു കേസ് വന്നാലും അവർക്ക് നിസ്സാരം ഊരി പോരാവുന്ന. പക്ഷെ വളരാൻ അനുവദിച്ചത് വലിയൊരു ക്രിമിനലുകളായിരുന്നു. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിടിപാടല്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് അവരുടെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് നാളെ ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ ഒരു വലിയൊരു ഇത്, എനിക്കോ എന്റെ വീട്ടിലോ ഉള്ളവർക്കോ എന്റെ മകനോ എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന പിള്ളേരും ഈ പിള്ളേരുടെ ഫാമിലിക്ക് ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ഇത് പ്രധാനമന്ത്രി തുടങ്ങി
പ്രധാനമന്ത്രി തുടങ്ങി ഇങ്ങ് നിൽക്കുന്ന താഴെ നിൽക്കുന്നവർക്ക് വരെയുള്ള ഒരു ലെറ്റർ ഓൾറെഡി എൻ്റെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആളുകളുടെ മെയിലുണ്ട്. എനിക്ക് എൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചാൽ അത് ഓൾറെഡി ഈ പറഞ്ഞവർക്കൊക്കെ മെയിൽ പോകും. അത് ഒരു ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി കുറെ ആളുകളെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതി. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വേറൊരു ഇതാണ്. ഇപ്പൊ ഞാൻ ചെയ്ത 1 എന്ന മൂവിയിൽ നടന്ന ഒരു സംഭവത്തിനെ നമ്മൾ സിനിമാറ്റിക് ആയിട്ടൊരു, അപ്പൊ അതിൽ എല്ലാ കഥാപാത്രങ്ങളൊന്നും അതുമായിട്ടുള്ളതല്ല. ഒരു തീം എടുത്തു, നമ്മൾ സിനിമാറ്റിക് ആയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ച് പേർക്ക് അഭിനയിക്കാനുള്ള അവസരം കൂടെ കൊടുത്തുകൊണ്ട് അതിനെ മാത്രം എടുത്തിട്ട് ചെയ്തത്. അല്ലാതെ ഇത് നടന്ന സംഭവമൊന്നും അല്ല. അതാണ് 1 എന്ന് പറയുന്ന മൂവിയുടെ കഥ. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തേക്കുന്ന ജീവിതത്തിൽ നിന്നുള്ള അനുഭവത്തിൽ ചില കാര്യങ്ങള് അതേപോലെ ഞാൻ ചെയ്തിട്ടുള്ള. പിന്നെ ഞാൻ സിനിമ വലിയൊരു ക്യാൻവാസിൽ ഓൺ ഡയറക്ഷനിൽ പിന്നെ സിനിമ ചെയ്തിട്ടില്ല.